ലിനൻ ക്ലബ് എക്സ്ക്ലൂസീവ് ഷോറൂം പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ അജ്മൽ ബിസ്മിക്ക് സമീപം. തരിശുഭൂമിയിൽ ഹരിത വിപ്ലവം തീർത്ത് പ്രകാശൻ. ഒറ്റപ്പാലം നഗരസഭയുടെ സമഗ്ര പച്ചക്കറി ഉൽപാദന പദ്ധതി വഴിയാണ് തരിശുഭൂമിയിലെ കൃഷി. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ തരിശുഭൂമിയിൽ സമഗ്ര പച്ചക്കറി ഉൽപാദനം എന്ന പദ്ധതി കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കിയത്. കാർഷിക വികസന സമിതി അംഗമായ പ്രകാശൻ കൃഷിക്ക് വേണ്ടി 60 സെന്റ് തരിശുഭൂമി വില കൊടുത്തു വാങ്ങിയാണ് കൃഷി ഇറക്കിയത്. തരിശു കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ കാർഷിക വികസന സമിതി ഒരുപാട് സ്ഥലം അന്വേഷിച്ചെങ്കിലും കർഷകർ ആരും തന്നെ മുന്നോട്ട് വരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഒരു മാതൃകാ പ്രവർത്തനമായിട്ടാണ് ഭൂമി വില കൊടുത്തു വാങ്ങി കൃഷിയിലേക്ക് ഇറങ്ങിയതെന്ന് പ്രകാശൻ പറഞ്ഞു. കൃഷിയെ സ്നേഹിക്കുന്ന സമീപവാസികളും പ്രകാശന്റെ കുടുംബവും പൂർണ്ണ പിന്തുണ നൽകി. ഒപ്പം ചേർന്നപ്പോൾ വിളഞ്ഞത് 100 മേനി. പയറും വെണ്ടയും വഴുതിനയും മത്തനും ചീരയും തുടങ്ങി പച്ചക്കറികളെല്ലാം ഇന്ന് പ്രകാശന്റെ കൃഷിയിടത്തിലുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകാശനെ മാതൃകയാക്കി കൂടുതൽ കർഷകർ രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ജാനകി ദേവി പറഞ്ഞു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സുനീറ മുജീബ്, പൊതുപ്രവർത്തകരായ തോമസ് ജേക്കബ്, വിജയൻ, രാധാകൃഷ്ണൻ, ശശി തേക്കിൻകാട്ടിൽ, കൃഷി ഓഫീസർ പ്രതാപ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ തരിശായി കടന്ന സ്ഥലത്ത് ഒരു ADC മെമ്പർ തന്നെ ഒരു സ്ഥലം വാങ്ങി അവിടെ കൃഷി നടത്തുകയാണ്. പച്ചക്കറി കൃഷി. നമുക്ക് ഇന്ന് പോഷക ഭക്ഷണം കഴിക്കണം, അതുപോലെ വിഷരഹിതമായ പച്ചക്കറി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലാഭം നോക്കാണ്ട് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടും സ്ഥലമൊക്കെ വാങ്ങി കൃഷി നടത്തുക എന്നുള്ളത് വലിയൊരു നല്ല കാര്യമാണ് ചെയ്തത്. അത് ചെയ്യാൻ നല്ല പ്രയാസമുള്ള കാര്യമാണെങ്കിൽ കൂടി അത് ഏറ്റെടുത്ത് നടത്തി വിളവുണ്ടായിട്ടുണ്ട്. കർമ്മസമിതിക്കും അതിൽ നല്ല പങ്കുണ്ട്. നമ്മുടെ കൃഷിഭവനും നമ്മുടെ ADC മെമ്പർമാരും എല്ലാവരും അതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ വിളവെടുപ്പ് മഹോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അത് കൂടാണ്ട് നമുക്ക് ഇനിയും തുടർന്ന് ഇവിടെ നമ്മുടെ കൃഷി ഓഫീസർ ഇവിടെ ഉണ്ട്. നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടൊക്കെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മാതൃക ആവുന്ന രീതിയിലുള്ള കൃഷി നമുക്ക് ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന് പ്രകാശൻ എല്ലാ തരത്തിലും മുന്നിട്ട് നിൽക്കുകയാണ്. പ്രകാശനും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.